സോ വീക്കിലി അനാലിസിസ് സെഷനിലേക്കില്ലായിരിക്കും സ്വാഗതം. നമ്മളെ കറൻ്റ്ലി നമ്മളെടുത്തിട്ടുള്ള പ്ലാൻസ് ലാസ്റ്റ് വീക്സിൽ നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ലെവൽസ് ഇത് തന്നെയാണ്. സോ ഈ ഒരു വീക്കിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന അപ്സൈഡിലേക്ക് ഈ ഒരു കണ്ടീഷൻ തന്നെയാണ്. സോ ലാസ്റ്റത്തെ ബ്രേക്ക് ഡൗൺസ് എന്താണ്, അതുപോലെ നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ടുള്ള ഈ ഒരു എൻട്രി ആയിരുന്നു ലാസ്റ്റ് വീക്ക് നല്ലൊരു എൻട്രി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്കവിടെ സ്റ്റോപ്പ് ലോസ് ചെയ്തിട്ടുള്ളതും അതേപോലെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ട്രേഡ്സ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ അതുപോലെ നമ്മൾ എന്ത് പ്ലാനാണ് പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കണം അല്ലേ. അപ്പോൾ നമുക്ക് 9th വരാം. ഇത് വീക്ക്ലി അപ്ഡേറ്റ്സ് ആണ്. 9th നമ്മൾ രാവിലെ ഓപ്പൺ ചെയ്തു. LTF കൺഫർമേഷൻ ടു അപ്സൈഡ്. സോ LTF കൺഫർമേഷൻ നമ്മൾ നോക്കണം. സ്റ്റിൽ മാർക്കറ്റ് ഡൗൺ സൈഡ് മൂവ് ചെയ്യാണ് അല്ലേ. സോ ബാങ്ക് നിഫ്റ്റിയിലാണ് നമ്മൾ പ്രോപ്പർലി ഫസ്റ്റ് ഡേ പ്ലാൻസ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ട്രേഡ് നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂഷൻ ലാസ്റ്റത്തെ ബ്രേക്ക് ഔട്ട് ഇവിടെയായിരുന്നു. കണ്ടോ, ലാസ്റ്റത്തെ ബ്രേക്ക് ഔട്ട് ഇവിടെയായിരുന്നു. സപ്ലൈ എവിടെയാണ്? ഇതായിരുന്നു സപ്ലൈ. ഇപ്പോൾ രാവിലെ ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ മാർക്കറ്റ് പ്രോപ്പർലി ഒരു ബ്രേക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, സോ ഇവിടെ നിന്നൊരു കണ്ടിന്യൂഷൻ എൻട്രി ആണ് നമുക്ക് ഡൗൺ സൈഡ്. പക്ഷേ ഇത് നമ്മൾ ഒരിക്കലും പ്ലോട്ട് ചെയ്തിട്ടില്ല. നമ്മൾ അപ്പ് സൈഡിലേക്കാണ് പ്ലാൻ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ഡൗൺ സൈഡ് എൻട്രീസ് നമ്മൾ നോർമലി നോക്കാറില്ല. യെസ്, ഇതാണ് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എഗെയിൻ മാർക്കറ്റിൽ പുതിയൊരു ബ്രേക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ബ്രേക്ക് ക്രിയേറ്റ് ചെയ്തു. നമുക്കിവിടെ LTF കൺഫർമേഷൻ വേണം. നമ്മൾ കൂടുതലൊന്ന് ബാങ്ക് നിഫ്റ്റിയിലേക്കാണ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. യെസ്, ഇവിടെ പ്രോപ്പർലി നമുക്ക് എന്താണ് ഒരു കൺഫർമേഷൻ കാണാം. ഈ ലെവലിൽ തന്നെ നമുക്കൊരു കൺഫർമേഷൻ കാണാം. സോ നമ്മൾ ആ കൺഫർമേഷൻ പ്രോപ്പർലി പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷം മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള പ്ലാൻ എന്ന് പറഞ്ഞാൽ കണ്ടോ, ഈ ഒരു ലെവലിൽ ടാപ്പ് ചെയ്തൊരു കണ്ടിന്യൂഷൻ. ഇത് ലോ ടൈം ഫ്രെയിമിൻ്റെ കണ്ടീഷൻ 2 മിനിറ്റ്സിൽ ഇതായിരുന്നു എൻട്രി സോൺ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം അവിടെ വന്നിട്ടുണ്ടായിട്ടില്ല എന്നുള്ളത് നോക്കാം. സോ നേരത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർലി 2 എൻട്രി നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇക്വിലിബ്രിയം സബ് ഡിമാൻഡ്. സോ ഇക്വിലിബ്രിയം സോണിൽ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു, അതിന് ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഓൾറെഡി ഇക്വിലിബ്രിയം ടാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം യാതൊന്നും തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തില്ല. അപ്പോൾ അവിടെ എൻട്രി എടുത്തിട്ടുള്ള ഇക്വിലിബ്രിയം എൻട്രി എടുത്തിട്ടുള്ളവർക്ക് എന്തായിരിക്കും പറ്റിയിട്ടുണ്ടാവും? സ്റ്റോപ്പ് ലോസ് ആയിരിക്കും. കാരണം പ്രോപ്പർലി മാർക്കറ്റ് ഇവിടെ ഓസ് ആയിട്ടുണ്ട്. എഗെയിൻ ഇതായിരുന്നു പ്ലാൻ. ഓക്കെ, ഇതായിരുന്നു പ്ലാൻ. ഇതിൻ്റെ ഇക്വിലിബ്രിയം ആയിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ വന്നു ടാപ്പ് ചെയ്തു അല്ലേ. വലിയ രീതിയിലുള്ള ഒരു RR നമുക്കിവിടെ ടേക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. കാരണം നിങ്ങൾ ഈ ഒരു ലെവലിനെ കൺസിഡർ ചെയ്തിട്ട് നോക്കിയിട്ടുണ്ടെങ്കിലും റിസ്ക് റിവാർഡ് നമ്മൾ ക്ലിയർ ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ടാവില്ല. 1:1 1.2 വരെ പോയുള്ളൂ. നമ്മളിവിടെ മിനിമം 1:2.5 അല്ലെങ്കിൽ 2 ആണ് നമ്മളെപ്പോഴും ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ. സോ അതിവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ സ്റ്റോപ്പ് ലോസ് കിട്ടിയിട്ടുണ്ടാവും. നെക്സ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിമാൻഡ്. ഈ ഒരു ലെവലാണ് നമ്മളെ അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ. സോ ആ ഒരു ദിവസത്തിൽ മാർക്കറ്റ് എന്ത് ചെയ്തു, അവിടെ എൻഡ് ചെയ്യാണ് ഉണ്ടായിട്ടുള്ളത് അല്ലേ. എൻഡ് ചെയ്യാണ് ഉണ്ടായിട്ടുള്ളത്. സോ നെക്സ്റ്റ് ഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സിറ്റുവേഷനിൽ തന്നെ ഇതൊക്കെ കംപ്ലീറ്റ്ലി എന്താ ഇന്റേണൽ സ്ട്രക്ചർ. കംപ്ലീറ്റ്ലി മാർക്കറ്റ് ഒന്ന് നോക്കിക്കേ. ഇവിടെ ട്രെൻഡ് റിവേഴ്സൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എന്ന് വെച്ചാൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാർക്കറ്റിൽ വന്നതിന് ശേഷം മാർക്കറ്റ് എന്താണ് ചെയ്തിട്ടുള്ളത്? ഹൈ ക്രിയേറ്റ് ചെയ്തു. എഗെയിൻ ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യണം. സോ മാർക്കറ്റ് ഇവിടെ ഇങ്ങനെ കൺസോൾഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഹൈൻ ലോയിനുള്ളിൽ. അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസത്തിൽ വേറെ കാര്യമായിട്ടുള്ള പ്ലാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, സോ മൺഡേ അങ്ങനെ കഴിഞ്ഞു. സെക്കൻഡ് ഡേ അതുകൊണ്ട് നമുക്ക് വേറെ അപ്ഡേറ്റ്സ് ഒന്നും ഉണ്ടായില്ല. കാരണം 12:42 നമ്മൾ ഈ ഇട്ട പ്ലാൻ പ്രകാരം മാർക്കറ്റ് ഒന്നും തന്നെ ചെയ്യാത്തതുകൊണ്ട് വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ഡേ സെയിം പ്ലാൻ. രാവിലെ തന്നെ നമ്മൾ ഈ പറയുന്ന കണ്ടിന്യൂഷൻ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമ്മൾ റിസ്ക് റിവാർഡ് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് 15 മിനിറ്റിൻ്റെ ഇക്വിലിബ്രിയം സോണിലാണ് മാർക്കറ്റ് വന്നത്. എഗെയിൻ അവിടെ നിന്ന് അപ്പ് സൈഡിലേക്കാണ് നമ്മൾ ട്രേഡും കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് നോക്കാം. സോ ബാങ്ക് നിഫ്റ്റിയിലും നമ്മൾ സെയിം പ്ലാൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കണ്ടോ, സോ നിഫ്റ്റിയുടെ കേസിലും നമുക്ക് എന്താണ് ഇത് തന്നെയാണ് മേജർ ലെവലായിട്ട് വരാം. സോ നിഫ്റ്റി നോക്കുമ്പോൾ ഇതാണ് ലെവല്. സോ ഇവിടെ നിന്നാണ് നമ്മൾ അപ്പ് സൈഡിലേക്ക് നിഫ്റ്റിയിലും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് നോക്കിയാൽ അറിയാം, ട്രേഡ് പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 1:3 ട്രേഡാണ്. ഇതാണ് ലെവല്. സോ 9th മാർക്കറ്റ് ഇവിടെ ടാപ്പ് ചെയ്യുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ എൻട്രി എടുക്കുക. ഇതിന് ടാർഗറ്റ് എന്ന് പറയുന്നത് ഹൈ ആണെങ്കിൽ നമ്മൾ മിനിമം എവിടെയാണ്? 1:2.5. ഇതാണ് നമ്മളെപ്പോഴും ടാർഗറ്റ് ചെയ്യേണ്ടത്. നോർമലി നമ്മളതൊക്കെ അപ്ഡേറ്റ്സിൽ പറയുന്നൊരു കാര്യമാണ്. യെസ്, മാർക്കറ്റ് ടാപ്പ് ചെയ്തു.
ക്ലിയർ ആയിട്ട് നിഫ്റ്റി നമുക്കൊരു ടാർഗറ്റ് തന്നിട്ടുണ്ടായിരുന്നു. സോ ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷനിൽ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി വന്നതിന് ശേഷം നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഹൈ ആണ്. സോ 1:2 ഈ ഒരു ഹൈ നമ്മൾ ടാർഗറ്റ് ചെയ്താലും നിങ്ങൾ റിസ്ക് റിവാർഡ് നോക്കാതെ 1:3.4 ആണ് ബാങ്ക് നിഫ്റ്റി തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിഫ്റ്റിയിലാണ് ആ ഒരു ട്രേഡ് പ്രോപ്പർലി കിട്ടിയിട്ടുണ്ടായിരുന്ന റിസ്ക് റിവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാങ്ക് നിഫ്റ്റിയിൽ 1:2 ഒക്കെ ബുക്ക് ചെയ്യുന്നവർക്ക് ഫൈനാണ്. നമ്മൾ 1:2.52 ആണ്, ഞാനത് പറയുന്നില്ല. നിഫ്റ്റിയിലാണ് കുറച്ചും കൂടെ നല്ലൊരു RR കളക്ട് ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് മാർക്കറ്റിലെ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ അല്ല, ട്രെൻഡ് റിവേഴ്സലാണ്. 2 മിനിറ്റിൻ്റെ ലെവലിലെ അഗെയിൻ ബ്രേക്ക് ചെയ്തു. സോ മാർക്കറ്റ് സ്റ്റിൽ ഡൗൺ സൈഡിലേക്ക് തന്നെ പോവാണ്. സോ അതിനുശേഷം നിങ്ങൾക്ക് നോക്കി അറിയാം, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും റിസ്ക് റിവാർഡ് ബുക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പ്രോപ്പർലി ഇവിടെ പറയുന്നുണ്ട്. യെസ്റ്റർഡേ സെയിം പ്ലാൻ തന്നെ നമുക്ക് വർക്ക് എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളത് പറയുന്നുണ്ട്. PN നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു 1:2.7 റണ്ണിങ് എന്നുള്ളത് പറഞ്ഞു. അതിനുശേഷം പ്രോഫിറ്റ് ബുക്കിംഗ് റണ്ണിങ് 1:3. നിങ്ങളവിടെ എന്ത് ചെയ്യുക, പ്രോഫിറ്റ് പ്രോപ്പർലി ബുക്ക് ചെയ്യുക. 1:2 RR കീപ്പ് ചെയ്യുക. ഇതെല്ലാം തന്നെ നമ്മൾ ഓൺ ടൈമിൽ അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അത് ആ ഒരു ദിവസത്തിൽ നമുക്കൊരു നല്ല ഒരു എൻട്രി നമ്മൾ പ്ലാൻ ചെയ്ത പ്ലാനിലേക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പ്രോപ്പർലി കൺഫർമേഷൻ എൻട്രി അല്ലേ, അത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായി മാർക്കറ്റ് നല്ല റേഞ്ചിലാണ്. സോ 11th വരുന്ന സമയത്ത് നല്ലൊരു റേഞ്ചാണ് എന്നുള്ള കണ്ടീഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് മേജർ ആയിട്ടുള്ള ഒരു ലെവൽ എന്നുള്ളത് നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ നമ്മൾ രാവിലെ എടുത്തിട്ടുള്ള പ്ലാൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിൽ നിന്ന് ഒരു കണ്ടിന്യൂവേഷൻ പ്ലാനാണ് നിഫ്റ്റിയിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രോപ്പർലി മാർക്കറ്റ് ആ ലെവലിലേക്ക് വന്നു. എഗെയിൻ അവിടെ നിന്നൊരു കണ്ടിന്യൂവേഷൻ മാർക്കറ്റ് മേളിലേക്ക് പോകുന്നുണ്ടായിരുന്നു. പിന്നെ മാർക്കറ്റ് കാണിച്ചു നല്ല ടൈം മാർക്കറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. എഗെയിൻ ആ ഒരു ദിവസത്തിൽ വേറെ ഒന്നുമില്ല, LTF ടു അപ്സൈഡ് എന്നുള്ളതാണ് നെക്സ്റ്റ് ഡേ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു പ്ലാനിലേക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെ എത്തിയ സിറ്റുവേഷനിൽ ഞാൻ ഈ ഒരു ലെവലിലേക്ക് ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് കണ്ടിന്യൂഷൻ. സോ നിങ്ങൾക്ക് ടൈം നോക്കിയാൽ അറിയാം 12:01. നമുക്കപ്പോൾ ആ ഒരു ദിവസത്തിലേക്ക് പോവാം, 11ാം തീയതിയിലേക്ക് പോവാം. ആ പ്ലാൻ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. 10ാം തീയതി ഓൾറെഡി വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. പിന്നെ നമ്മളൊന്നും തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. സോ ഇവിടെ നമ്മൾ 15 മിനിറ്റിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്യുമ്പോൾ 15 മിനിറ്റിൽ ഇന്റേണലി ഒരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റിൽ കാണാം. ഒരു ഇന്റേണലി മൊമെന്റവും ഒരു സ്ട്രെങ്ത്തും കണ്ടപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എക്സ്പെക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് താഴേക്കുള്ള ട്രേഡാണ് നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, വേറെ ഒന്നുമല്ല, ഈ ടോട്ടലിയുള്ള മൊമെൻറ്റത്തിൻ്റെ ഒരു ഇക്വിലിബ്രിയം വരെയുള്ള ഒരു റിസ്ക് ആണ് നമ്മൾ പറഞ്ഞുള്ളത്. ഇത് പ്ലാൻസ് ഒക്കെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ലോജിക്കലിയാണ് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, പ്രോപ്പർലി പ്ലാൻസിലേക്ക് അതിനുള്ളിലുള്ള ഇന്റേണൽ സ്ട്രക്ചറിനെ കൺസിഡർ ചെയ്തു. അവർക്ക് പ്രയോറിറ്റി കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാൻ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? സോ അതാണ് നിങ്ങൾക്ക് ടെലിഗ്രാമിൽ കാണുന്ന ഈ പ്ലാൻ. കണ്ടോ, ഇവിടെ വരുന്ന കണ്ടിന്യൂവേഷൻ നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. സോ ഡൗൺ സൈഡിലേക്ക്. സോ അതിനുശേഷം മാർക്കറ്റ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന ടൈം 12 മണിയാണ് കേട്ടോ. നിങ്ങൾക്ക് കൂടെ നോക്കിയാൽ അറിയാം, ഏകദേശം 11:45 12 മണിയോടെ മാർക്കറ്റ് പ്രോപ്പർലി ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്തു. സോ പ്രോപ്പറായിട്ടുള്ള കൺഫർമേഷൻസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. എഗെയിൻ മാർക്കറ്റ് ആ ഒരു ദിവസം എൻഡ് ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആ ഒരു ദിവസത്തിൽ പ്രോപ്പർലി ഈ ഒരു പ്ലാൻ മാത്രമാണ് പ്രോപ്പർലി ഉള്ള എക്സിക്യൂഷൻ നോക്കുകയാണെങ്കിൽ 2 മിനിറ്റിലോ 1 മിനിറ്റിലോ നമുക്ക് അവിടെ കൺസിഡർ ചെയ്യാവുന്നതാണ്. കണ്ടോ, സോ ഇവിടെയാണ് പ്രോപ്പർലി ഒരു റിവേഴ്സൽ കാണാൻ വേണ്ടി പറ്റുക. സെക്കൻഡ് ഈ ക്രിയേറ്റ് ചെയ്യാനുള്ള പൊസിഷൻ ഇക്വിലിബ്രിയം. സോ നിങ്ങൾ എൻട്രി നിങ്ങൾ പ്രോപ്പർലി പ്ലോട്ട് ചെയ്യാം. ഞാനെപ്പോഴും സപ്ലൈ എൻട്രി അല്ലെങ്കിൽ ഡിമാൻഡ് എൻട്രീസ് ആണ് മെയിൻലി ഞാൻ പറയാറുള്ളത്. സോ ബാക്കി നിങ്ങളുടെ ഇഷ്ടമാണ്. എഗെയിൻ അപ്പോൾ ഇതിൽ എൻട്രി ഡൗട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഡൗട്ട് ഉണ്ടാവും. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക, പ്രോപ്പർലി നമ്മളുടെ വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് എൻട്രി, എക്സിറ്റ്, ടാർഗറ്റ് എന്നുള്ളതൊക്കെ നമ്മൾ പ്രോപ്പർലി പറയുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ താഴെ ലിങ്കിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രോപ്പർലി എന്ത് ചെയ്തു, മാർക്കറ്റ് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. കണ്ടോ, കൺഫർമേഷൻസ് ഇല്ല. സോ റിസ്ക് എൻട്രി ആണത് മെയിൻലി. അപ്പോൾ അടുത്ത ദിവസത്തിൽ നമുക്ക് എന്താ, ഇവിടെ നിന്നൊരു കണ്ടിന്യൂഷൻ പ്ലാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. മനസ്സിലായി, ഇതായിരുന്നു പ്ലാൻ. സോ അതാണ് നമ്മൾ ഈ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. കണ്ടോ, അപ്പോൾ 11th കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, കഴിഞ്ഞു. കണ്ടോ, വേറെ ഒന്നും തന്നെ പറഞ്ഞില്ല. അവിടെ വന്ന് മാർക്കറ്റ് അങ്ങ് ടാപ്പ് ചെയ്തിട്ടില്ല. അങ്ങോട്ടേക്ക് മാർക്കറ്റ് ഇങ്ങനെ കൺസോൾട്ടേറ്റ് അവിടെ ഉണ്ടായി. സോ DISന്റെ FISന്റെ അപ്ഡേറ്റ്സ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. എഗെയിൻ നെക്സ്റ്റ് ഡേ നമ്മൾ ഇവിടെ നിന്നൊരു കണ്ടിന്യൂഷൻ പ്ലാനാണ് രാവിലെ തന്നെ. പക്ഷേ മാർക്കറ്റിൽ നിഫ്റ്റി കംപ്ലീറ്റ് ലിക്വിഡിറ്റി ടേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ലിക്വിഡിറ്റി ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റിയിൽ അപ്സൈഡിൽ ലിക്വിഡിറ്റി ഉണ്ട്. സോ അത് ടേക്ക് ചെയ്യുന്നുള്ള കണ്ടീഷനിലാണ് നമ്മൾ ട്രേഡ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബാങ്ക് നിഫ്റ്റി എന്ത് ചെയ്തു, ഈ ഒരു ലെവലിൽ വന്നു. എഗെയിൻ ഇവിടെ നിന്നൊരു കണ്ടിന്യൂഷൻ ആണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ബട്ട് മാർക്കറ്റ് ഇവിടെ നിന്ന് തന്നെ ഈ ഒരു സപ്ലൈയിൽ നിന്ന് തന്നെ റിയാക്ട് ചെയ്ത് താഴേക്ക് വരാണ് ഉണ്ടായിട്ടുള്ളത്. സോ നമ്മൾ ഇവിടെ ഒരു കണ്ടിന്യൂഷനും ഈ ലിക്വിഡിറ്റിയും ബേസ് ചെയ്തിട്ടുള്ള ഒരു എൻട്രി മോഡലാണ് പറഞ്ഞിട്ടുണ്ടായത്. എൻട്രി
നമ്മൾ ഓൾറെഡി പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് നമുക്ക് പ്രോപ്പർലി SL ഹിറ്റ് ആവാണ് ഉണ്ടായിട്ടുള്ളത്. കണ്ടോ, ഇവിടെ SL ഹിറ്റ് ആവാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ എന്തുകൊണ്ടാണ് എൻട്രി എടുത്തത്? ക്ലിയർലി റിസ്ക് എൻട്രി ആണ്. എന്താണ് റീസൺ എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അത് റീഡ് ചെയ്യാം. ഇവിടെ പ്രോപ്പർലി ഞാൻ പറയുന്നത് ഒരു കോൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പായിട്ട് ഒരിക്കലും നിങ്ങൾ കാണരുത്. കംപ്ലീറ്റ്ലി സ്റ്റഡി ചെയ്യുക. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സെറ്റപ്പിനെയാണ് നമ്മൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങളുടെ ഈ ഒരു ടെലിഗ്രാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളുടെ പ്രോപ്പർലി സിസ്റ്റത്തിനെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാനും നിങ്ങൾക്ക് മാർക്കറ്റ് അവറിൽ സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇമോഷണലി ഉള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്കിവിടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതേപോലെ ഓരോ ട്രേഡ് എടുത്ത് നമുക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടുകയാണെങ്കിൽ ഞാനിവിടെ പറയാം, സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. സോ ഇവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് റീസൺ, അതിൻ്റെ ബ്രേക്ക് ഡൗൺസ് എന്താണ്, എല്ലാം തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ ഇതിനെ നിങ്ങൾ സിമ്പിളായിട്ട് കാണരുത്, നിങ്ങൾ അതിനെ യൂസ് ചെയ്യാൻ വേണ്ടി കണ്ടോ, പേഷ്യൻസ് എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരു ലോസ് വന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ലോസ് ഉണ്ടാവുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് നിങ്ങൾ കൺട്രോൾഡ് ആക്കുക. നെക്സ്റ്റ് എൻട്രി അപ്പോൾ തന്നെ അഗ്രസീവ് ആയിട്ടുള്ള എൻട്രീസിലേക്ക് നിങ്ങൾ പോകരുത്. സോ എല്ലാം നമ്മളിവിടെ തന്നെ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് 12th സോ ഇവിടെ നമ്മൾ പറഞ്ഞ LTF സ്റ്റിൽ ഡൗൺ സൈഡ്, ലോ ടൈം ഫ്രെയിം സ്റ്റിൽ ഡൗൺ സൈഡിലേക്കാണ് മൂവ് ചെയ്യണത്. അതിനുശേഷം 13-ാം തീയതിയിലേക്ക് വന്നു. സോ നമുക്ക് ചാർട്ടിലേക്ക് തിരിച്ചു വരാം. 12 മാർക്കറ്റ് സ്റ്റിൽ ഡൗൺ സൈഡിലേക്കാണ്. അഗെയിൻ 13. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ഉണ്ടായത്, സ്റ്റോപ്പ് ലോസ്. നിങ്ങൾക്ക് മനസ്സിലായോ, ഇവിടെ ഒരു ടാർഗറ്റ് നമുക്ക് കിട്ടി, ഇവിടെ നമുക്ക് എന്താ കിട്ടിയിട്ടുള്ളത്, സ്റ്റോപ്പ് ലോസ്. സോ ഇവിടെ ഒരു ട്രേഡ് പ്രോപ്പർലി നമ്മൾ ഉദ്ദേശിച്ച പ്ലാനിലേക്ക് ഡയറക്ഷനിൽ ആ ഒരു കണ്ടിന്യൂസ് ഡേയ്സ് 11-ാം തീയതി കംപ്ലീറ്റ്ലി നമ്മൾ ഉദ്ദേശിച്ച ലെവലിലേക്ക് തന്നെ വന്നെങ്കിലും പ്രോപ്പർലി എക്സിക്യൂഷൻസ് ഒന്നും തന്നെ ഞാൻ പ്ലോട്ട് ചെയ്തിട്ടില്ല. കാരണം ഒരു റിസ്ക് എൻട്രി ആണ്, നമ്മൾ അപ്സൈഡിലേക്കുള്ള എൻട്രീസ് മാത്രമാണ് ഫോക്കസ് ചെയ്യുക. സോ എഗെയിൻ മാർക്കറ്റ് പ്രോപ്പർലി ഇതിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇതിനെ ബ്രേക്ക് ചെയ്ത സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി സ്ട്രക്ചർ റിവേഴ്സ് ആയി എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുക, അല്ലേ, ലോ ടൈം ഫ്രെയിം. അപ്പോൾ ഈ 15 മിനിറ്റാണ് നമ്മുടെ ഹൈ ടൈം ഫ്രെയിം പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും പ്രയോറിറ്റി കൊടുക്കണമെന്ന് പറഞ്ഞാൽ. പക്ഷേ ഇവൻ ഇത്രയും അഗ്രസീവായിട്ട് സെല്ല് തന്ന സിറ്റുവേഷനിൽ ഇത് തിരിച്ച് ഈ ഒരു ലെവലിൽ മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, അല്ലേ. സോ ഇവിടെയാണ് പ്രോപ്പർലി ഞാനിപ്പോൾ കറൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് അഡ്വാൻസ് ലെവലായിട്ടുള്ള എൻട്രി മോഡലാണ്. ബട്ട് മൾട്ടിപ്പിൾ കൺഫർമേഷൻസ് നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇവിടെ ശരിക്കും എന്താണ് സംഭവിച്ചത്, നിഫ്റ്റിയുടെ കേസിൽ നോക്കാന്നുണ്ടെങ്കിൽ നിഫ്റ്റി കറൻ്റ്ലി വന്നിട്ടുള്ള പുഷ് നോക്കി, സിംഗിൾ പുഷ് അല്ലേ. സോ ഇതിനൊരു റീടെസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ ഉണ്ട് മാർക്കറ്റ്, അല്ലേ. അതുപോലെ തന്നെ ഇവിടെയും നിഫ്റ്റി വന്നിട്ടുള്ളത് എന്താണ്, ഇവിടെ വന്നു ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ ക്രിയേറ്റ് ചെയ്തു, ലോ ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ ക്രിയേറ്റ് ചെയ്തു. എഗെയിൻ ഇവിടെ ഒരു ട്രെൻഡ് റിവേഴ്സലാണ്, അല്ലേ. ഈ ട്രെൻഡ് റിവേഴ്സലിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തിട്ടില്ല, റീടെസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. സോ അതിനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അതുപോലെ തന്നെ പ്രോപ്പർലി കംപ്ലീറ്റ്ലി ഇവിടെ ലിക്വിഡിറ്റി മാർക്കറ്റ് ബിൽഡ് ചെയ്യുന്നുണ്ട്, സെൽ സൈഡ് ലിക്വിഡിറ്റീസ് മാർക്കറ്റ് അവിടെ ഉണ്ട്. സോ അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അവിടെ എന്തുണ്ട്, അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൺഫർമേഷൻ നോക്കണം. സോ ഇവിടെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത സമയത്താണെങ്കിൽ നമ്മൾ പ്രോപ്പർലി ഇവിടെ എന്താണ് പറഞ്ഞതെന്ന് ആദ്യം നോക്കാം. യെസ്, 13th നമ്മൾ പ്രോപ്പർലി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലെവലിനെ ക്രോസ് ചെയ്യട്ടെ, സസ്റ്റെയിൻ ചെയ്യട്ടെ. അതിന് ശേഷം നമ്മൾ എന്താണ് 15 മിനിറ്റ് ഡിമാൻഡ് കറൻ്റ്ലി ഫെയിൽ ആയിട്ടുണ്ട്, എന്താണ് റീസൺ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഓപ്പർച്യൂണിറ്റി നമുക്ക് ഡൗൺ സൈഡിലേക്ക് 15 മിനിറ്റ് നോക്കാമെന്നായിരുന്നു. പക്ഷേ ആ മാർക്കറ്റിൽ ഇവിടെ ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത റിയാക്ഷൻ അല്ലെങ്കിൽ അവിടുത്തെ ലിക്വിഡിറ്റി കളക്ട് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മൊമെൻറ്റം വളരെ ഇമ്പോർട്ടൻറ്റ്, വളരെ ഇമ്പൾസീവ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണ് മാർക്കറ്റ് അവിടെ നിന്ന്. അപ്പോൾ അവിടെ നമ്മൾ ആ ഒരു ഗ്രാബിന് ശേഷം ഇവിടെ പ്രോപ്പർലി നമ്മളൊരു പ്ലാൻ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എറൗണ്ട്, കണ്ടോ. ഈ ഒരു പ്ലാൻ നമ്മൾ പ്രോപ്പർലി ഇവിടെ ഒരു കൺഫർമേഷന് ശേഷം ആ ഒരു എൻട്രി ഇവിടെ പ്രോപ്പർലി കയറിയിട്ടുണ്ടായിരുന്നു. ആ എൻട്രിക്ക് ശേഷം നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പ്രോപ്പർലി മാർക്കറ്റ് ആ ഒരു ദിവസം തന്നെ ടാർഗറ്റ് തന്നിട്ടുണ്ടായിരുന്നു. സോ അതിന് വാലിഡ് ആയിട്ടുള്ള റീസൺസ് മാർക്കറ്റിലുണ്ടായിരുന്നു. സോ ഏകദേശം നിഫ്റ്റിയിലേക്ക് നോക്കുമ്പോൾ 400 പോയിന്റ്സ് ആണ് നിഫ്റ്റി ആ ഒരു ഒറ്റ ദിവസം 1.7% ആണ് നിഫ്റ്റി മൂവ് ചെയ്തിട്ടുള്ളത്. സോ ഇത് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തതാണ്, ടാപ്പ് ചെയ്ത് നിങ്ങൾക്ക് നോക്കാം, ടൈം വെച്ച് നോക്കാം, കണ്ടോ. ഏകദേശം ഈ ഒരു ടൈം എത്രയാ, 11:33 ടൈമിലാണ് നമ്മൾ ഈ പ്ലാൻ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 13th നമുക്ക് നോക്കാം, കണ്ടോ. നിഫ്റ്റിയാണ് നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ ഒരു ലെവലിലാണ് എൻട്രി എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ലെവലിലാണ് നമ്മൾ എൻട്രി എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒപ്പം അത് കുറച്ചും കൂടി അഡ്വാൻസ് ലെവലാണ്. നിങ്ങളത് കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. നമ്മൾ പ്രോപ്പർലി എല്ലാവർക്കും, ബിഗിനേഴ്സിനാണെങ്കിലും അഡ്വാൻസ് ലെവൽ ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിലും എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് നമ്മൾ ഈ പറയുന്ന ടെലിഗ്രാമിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളത് മെയിൻലി അതിലുള്ള ക്രൈറ്റീരിയ ഫോളോ ചെയ്ത് അതിൽ പറയുന്ന ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ട്രേഡ്സ് ഒക്കെ നിങ്ങൾ മാക്സിമം നോക്കാം. സോ അതിനുശേഷം മാർക്കറ്റ് ഇവിടുന്ന് പ്രോപ്പർലി ഒരു കൺഫർമേഷൻ വന്നതിന് ശേഷം അപ്പ് സൈഡിലേക്കുള്ള മൂവ്മെൻ്റ് ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ അതിനുശേഷമുള്ള അപ്ഡേറ്റ്സിലേക്ക് നോക്കാം. സോ നിഫ്റ്റി ഏകദേശം 400 പോയിന്റ്സ് ആണ് നിഫ്റ്റിയിൽ.
മൂവ് ചെയ്തിട്ടുള്ളത്. സോ അതിൻ്റെ റീസൺ എന്താണ്, നമ്മൾ ഡൗൺ സൈഡ് എൻട്രി നോക്കുന്നില്ല എന്ന് പറഞ്ഞു. സോ അതിൻ്റെ റീസൺ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പർലി പറഞ്ഞിട്ടുണ്ടായി. അതുപോലെ തന്നെ നമ്മളിവിടെ എൻട്രി കയറിയിട്ടുള്ളത് ഇവിടെയാണ് 227 പ്രീമിയത്തിൽ എൻട്രി കയറി 405 നമ്മൾ എൻട്രി എക്സിറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇത് നമ്മുടെ മെൻറ്റർഷിപ്പ് മെമ്പേഴ്സിന് എല്ലാവരും കൂടിയിട്ട് നോക്കിയിട്ടുള്ള ഒരു എൻട്രി ആയിരുന്നു. സോ അവരും പേഴ്സണലി ഞാൻ കാണിച്ചിട്ട് അവരും എടുത്തിട്ടുണ്ടായിരുന്നു. സോ നിഫ്റ്റിയിൽ 227 എൻട്രി 405 നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, എക്സിറ്റ് ചെയ്തിട്ടുള്ളത്. സോ എന്താണ് ഇതിൻ്റെ റീസൺ ഞാൻ ഇവിടെ പറഞ്ഞു. എനിക്കിത് ക്ലാരിറ്റി തരേണ്ട ആവശ്യമുണ്ട്, കാരണം നമ്മളിവിടെ പ്രോപ്പർലി പഠിക്കുന്ന മെത്തേഡല്ല ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങളതിൽ നോക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, അത് കുറച്ചും കൂടി അഡ്വാൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു മെത്തേഡാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. പേഴ്സണലി ഞാനൊരു ടൈമിൽ ചെയ്തിട്ടുള്ള ഒരു സെറ്റപ്പ് കൂടിയാണ് നമ്മൾ ഈ പറയുന്ന ടെലിഗ്രാമിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് പ്രീവിയസ് നോക്കി അറിയാം, 2018 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു ചാനലാണ് ഞാനത്. അപ്പോൾ അന്ന് മുതലുള്ള എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ത്രൂ ഔട്ട് വാച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ അറിയാൻ വേണ്ടി പറ്റും. സോ നല്ലൊരു വീക്കായിരുന്നു കറണ്ട്ലി നോക്കുകയാണെങ്കിൽ, നല്ലൊരു ട്രേഡ്. ഈ ഒരു ട്രേഡ് എന്ന് പറയുന്നത് ഞാൻ പറയുന്നു എനിക്ക് എപ്പോഴും കിട്ടുന്ന എൻട്രീസ് അല്ല, വളരെ റെയർ ആയിട്ടാണ് ഇങ്ങനത്തെ കൺഫർമേഷൻ എൻട്രീസ് നമുക്ക് കിട്ടാറുള്ളത്. അവിടെ മൾട്ടിപ്പിൾ സ്റ്റോക്ക് HDFC ICCയുടെ കൺഫർമേഷൻസ് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമ്മൾ റിലയൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും തന്നെ നമ്മളവിടെ ക്രോസ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇവരുടെ ഭാഗത്തു നിന്നും നല്ലൊരു പെർഫോമൻസും നല്ലൊരു കൺഫർമേഷനും കിട്ടിയിട്ടുണ്ടായിരുന്നു. കണ്ടോ, SBI. അപ്പോൾ എല്ലാവരും കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യുക, ഒരു കൺഫർമേഷൻ എടുത്തിട്ട് ഇങ്ങനത്തെ എൻട്രീസിലേക്ക് കയറാം. സോ അവിടെ മൾട്ടിപ്പിൾ കൺഫർമേഷൻ്റെ ഗുണം അതാണ്, നമുക്ക് നല്ലൊരു മൊമെൻറ്റം, എല്ലാ വെയിറ്റേജ് സ്റ്റോക്സും കൂടെ കൺഫർമേഷൻ വന്നാൽ ഉണ്ടാവുന്ന മൊമെൻറ്റത്തിൻ്റെ സ്ട്രെങ്ത് വളരെ കൂടുതലായിരിക്കും. സോ അതിൻ്റെ ഒരു മാജിക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ദിവസത്തിൽ ഉണ്ടായിട്ടുള്ളത്. നിങ്ങളത് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ ഇതൊക്കെയാണ് കഴിഞ്ഞ ആഴ്ച നമ്മളുടെ ബാങ്ക് നിഫ്റ്റി ആൻഡ് നിഫ്റ്റിയിൽ സംഭവിച്ചിട്ടുള്ളത്. ഇനി എല്ലാവർക്കും ഉണ്ടാവും നെക്സ്റ്റ് വീക്ക് എന്താണ് പരിപാടി എന്നുള്ളത് അല്ലേ. അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരു കറക്ഷൻ മാർക്കറ്റാണ്. അപ്പോൾ നിഫ്റ്റിയുടെ കേസിൽ പ്രോപ്പർലി കറക്റ്റ് ചെയ്തോന്ന് വെച്ചാൽ 50% കറക്റ്റ് ചെയ്യാനുണ്ട്. പക്ഷെ ഇതൊരു സിമ്പിളായിട്ട് പറഞ്ഞാൽ അവിടെ ഒരു 4 hourലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ നിഫ്റ്റിയുടെ കേസിൽ ഓക്കെ ഫൈൻ 4 hourലേക്ക് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ഇമ്പൾസീവ് ആയിട്ടുള്ള മൂവ്മെന്റ് ഉണ്ട്. അതേപോലെ ഇവിടെ ഒരു പ്യുവർലി ഒരു ഇംബാലൻസ് ഉണ്ട് മാർക്കറ്റിൽ. സോ ഇതൊക്കെ ടേക്ക് ചെയ്യാതെ മാർക്കറ്റ് പോവില്ല. സോ കംപ്ലീറ്റ്ലി അത് ടേക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന രീതിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് 15 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് എങ്ങനെ കൺസിഡർ ചെയ്യാം, ഇനി അടുത്ത ആഴ്ചയിലേക്ക് എങ്ങനെ നോക്കാന്നുള്ള ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. നമുക്കതൊന്ന് മൊത്തത്തിൽ റിമൂവ് ചെയ്തിട്ട് ഞാൻ ഒരു പ്ലാൻ പറയാം. കറന്റ് ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിക്കാണ്. സോ നമ്മൾ അതിനെ സ്ട്രക്ചറിനെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഒരിക്കലും നമ്മൾ അതിനെ അഗെയിൻസ്റ്റ് പോകാമെന്നല്ല, നമ്മൾ റീസൺ ഉണ്ട് അവിടെ പോയിട്ട് മാർക്കറ്റ് തിരിച്ചു പോകുന്നതിൻ്റെ ഒരു കാരണം മനസ്സിലാക്കാം. സോ ഈ ഒരു ലെവലിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഞാൻ പറയുന്നത് 50 മിനിറ്റ് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓൾ ടൈം ഹൈ ടാർഗറ്റ് ചെയ്യാം. ഞാൻ പറയുന്നത് ഫ്യൂച്ചേഴ്സിൻ്റെ ചാർട്ടാണ്. ഞാൻ ഫ്യൂച്ചേഴ്സിലാണ് കൂടുതലും ട്രേഡ് എടുക്കുക. നമ്മളപ്പോൾ എപ്പോഴും അനാലിസിസ് നോക്കുന്നത് ഫ്യൂച്ചേഴ്സിലാണ്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ പ്രോപ്പർലി ഫ്യൂച്ചേഴ്സ് വർക്കൗട്ട് ചെയ്യുക. സ്ട്രൈക്ക് സെലക്ഷന് മാത്രമാണ് ഞാൻ നോർമലി നോക്കാറുള്ളത്. സോ നിങ്ങളുടെ ഇഷ്ടമാണ്, ബെറ്റർ ഫ്യൂച്ചർ നോക്കുന്നത്. കാരണം പ്രോപ്പർലി ഉള്ള ലിക്വിഡിറ്റി ഗ്രാബ് കാര്യങ്ങളൊക്കെ അറിയാം. അത് പ്രീവിയസ് വീഡിയോസ് നോക്കി നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പോൾ അധികം പറഞ്ഞ് വലിച്ചിട്ടുള്ള നമുക്ക് എന്തായാലും നെക്സ്റ്റ് ടാർഗറ്റ് ലെവൽ എന്ന് പറയുന്നത് 4 hourലേക്ക് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ നമുക്ക് ഓൾ ടൈം ഹൈ, അതിന് മുമ്പ് ഈ ഒരു ലെവൽ നമുക്ക് കൺസിഡർ ചെയ്യാം കേട്ടോ. ഈ ഒരു ലെവൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ അഗെയിൻ ഈ ഒരു ലെവൽ നമുക്ക് കൺസിഡർ ചെയ്യാം. സോ നെക്സ്റ്റ് ടാർഗറ്റ് സോൺസ് എന്ന് പറഞ്ഞാൽ നമുക്കിത് കൺസിഡർ ചെയ്യാവുന്നതാണ്. വീക്കിലി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് എന്താണ് മാർക്കറ്റ് കണ്ടീഷൻ എന്ന് വെച്ചാൽ ഞാൻ ഒരു ലെവൽ നിങ്ങൾക്ക് പ്ലോട്ട് ചെയ്ത് പറഞ്ഞുതരാം. സോ അടുത്തൊരു നിഫ്റ്റിയുടെ അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ബ്രേക്ക് ഔട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 56,657 ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ. സോ അതെന്താണെന്നുള്ളതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളുടെ ഇതിലേക്ക് വരാം, നമ്മളുടെ വെബിനാറിലൊന്ന് ജോയിൻ ചെയ്യുക. അതിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ ഈ സെഷൻ ഭയങ്കരമായിട്ട് നീണ്ടുപോകും. അതുകൊണ്ടാണ് ഓൺ ഗോയിങ് മാർക്കറ്റ് അങ്ങോട്ടേക്ക് റാലി ചെയ്യുന്ന സിറ്റുവേഷനിൽ ഞാൻ പറയാം, അടുത്ത വീക്കിലി അനാലിസിസിലേക്കൊക്കെ വരുമ്പോൾ പറയാം. അപ്പോൾ ഈ ഒരു റെഡ് ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെയാണ് 50 മിനിറ്റ് സപ്ലൈ ഹോൾഡ് ചെയ്യുന്നത് കറൻ്റ്ലി. അപ്പോൾ ഇവൻ ഇവിടുന്ന് നാളെ ഓപ്പൺ ചെയ്തതിന് ശേഷം മേ ബി
ഒരു റിയാക്ഷൻ തരണമെങ്കിൽ ഇവിടേക്ക് ഇമ്പൾസീവ് ആയിട്ടുള്ള മൂവ്മെന്റ് ഉണ്ടല്ലോ, ഇവൻ എന്ത് ചെയ്യാം, ഇവിടെ വന്നു ഫൈൻ ഇങ്ങനെ വന്നു, ഈ ഒരു ലെവല് ലോ ടൈം ഫ്രെയിം എഗെയിൻ ഒരു റിവേഴ്സൽ തരാൻ വേണമെങ്കിൽ പോസിബിലിറ്റി ഉള്ളൊരു കാര്യം തന്നെയാണ്. എഗെയിൻ താഴേക്ക് വരാം. നമ്മൾ പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലേ, ഒന്ന് ഡെയിലി ടൈം ഫ്രെയിമിന്റെ പ്രോപ്പർലി ഉള്ളൊരു സോണിലേക്ക് ഇവൻ ടാപ്പ് ചെയ്തിട്ടില്ല, മനസ്സിലായോ? പ്രോപ്പർലി ഉള്ള ഈ ഒരു ലെവലിലേക്ക് ഇവൻ ടാപ്പ് ചെയ്തിട്ടില്ല. അത് നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ ഇരിക്കട്ടെ. മേ ബി ആ ചാൻസ് ഉണ്ട്. ഞാൻ ഓൺ ഗോയിങ് മാർക്കറ്റ് ഞാൻ പറയാം കേട്ടോ, മാർക്കറ്റ് അവറിൽ ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാം, എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. കാരണം എൻ്റെ പേഴ്സണൽ ട്രേഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ റെയർ എൻട്രീസ് ആണ്. നമ്മൾ എപ്പോഴും ട്രേഡ്സ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള ടൈം നമുക്ക് അവിടെ ഉണ്ടാവും. സോ ഞാൻ ലൈവ് മോഡറേറ്റേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പ്രോപ്പർലി അപ്ഡേറ്റ്സ് തരും കേട്ടോ. അപ്പോൾ നിങ്ങളത് ഫോളോ ചെയ്യാം പ്രോപ്പർലി. കണ്ടോ, ഈ ഒരു സിറ്റുവേഷൻ വേണമെങ്കിൽ മാർക്കറ്റിൽ ക്രിയേറ്റ് ആവാം, മനസ്സിലാവും. അപ്പോൾ കറൻ്റ്ലി ഒരു ഇൻറ്റേർണലി നോക്കുന്ന സമയം ഇതൊരു ഹ്യൂജ് മൂവ്മെൻ്റ് ആണല്ലേ, നിങ്ങൾ നോക്കി, ഇതൊരു ഹ്യൂജ് റിക്കവറിയാണ് മാർക്കറ്റ് തന്നിട്ടുള്ളത് 1% ഒക്കെ. സോ ഇതിനുള്ളിൽ പോയിട്ട് ഇതൊരു ഡിമാൻഡ് എടുത്തിട്ട് നിങ്ങൾ പ്ലോട്ട് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ ഹ്യൂജ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു ലോ ടൈം ഫ്രെയിം 1 മിനിറ്റിലേക്ക് 2 മിനിറ്റിൻ്റെ സ്ട്രക്ചറിനെ നമുക്ക് ഫോളോ ചെയ്യാം. ഫൈൻ, മനസ്സിലായോ? 2 മിനിറ്റിൽ ഇവിടെ ഒരു ബ്രേക്ക് തരുവാണെങ്കിൽ നമുക്ക് ഇതൊരു ലെവലായിട്ട് കൺസിഡർ ചെയ്യാം. സോ അത് ഓൺ ഗോയിങ് ഞാൻ പറയാം, ഓൺ ഗോയിങ് ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗൺസ് ഒക്കെ വരുന്ന സമയത്ത് സിനാരിയോ കണ്ടീഷൻസ് ഒക്കെ എന്തെങ്കിലും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ നോക്കുന്ന കാര്യങ്ങൾ വ്യത്യാസം ഉണ്ടാവും അല്ലേ. എല്ലാ ദിവസവും ഒരേ കാര്യം തന്നെയാണ് ചെയ്യണമെങ്കിൽ എന്താണ് ഒരിക്കലും നടക്കില്ല. മാർക്കറ്റ് ഓരോ സിറ്റുവേഷൻസിലും ക്രിയേറ്റ് ചെയ്യുന്ന ക്യാരക്ടറും കണ്ടീഷൻസ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. സോ അതിനനുസരിച്ച് നമ്മൾ അതിനെ മനസ്സിലാക്കി വേണം കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാനും ഡിസിഷൻസ് എടുക്കാനൊക്കെ. അപ്പോൾ പ്രോപ്പർലി ഇതാണ് സിറ്റുവേഷൻ കേട്ടോ. അപ്പോൾ ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലെവലൊക്കെ ടാർഗറ്റ് ചെയ്യാം. മെയിൻ ടാർഗറ്റ് മറക്കണ്ട. വീക്കിലി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ലെവൽ ടാർഗറ്റ് ചെയ്യാം. വീക്കിലി ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഒരു വെള്ളിയാഴ്ച ദിവസം കഴിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അത് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഈ ലെവലിനെ ബ്രേക്ക് ചെയ്യാൻ അപ്പ് സൈഡിലും, ഈ ലെവലിനെ ബ്രേക്ക് ചെയ്തില്ല LTF ഇവിടെ കൺഫർമേഷൻ തരികയാണെങ്കിൽ, LTF കൺഫർമേഷൻ ഇവിടെ തരികയാണെങ്കിൽ ഡൗൺ സൈഡിലേക്കും, ഇല്ല അവൻ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്പ് സൈഡിലേക്ക് തന്നെ നോക്കും. ഓക്കെ, അതാണ് നമ്മുടെ പ്ലാൻ. എഗെയിൻ ഇവൻ എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഇവനൊരു ട്രാപ്പും കൂടെ തരാം അല്ലേ, ഈ ഒരു ലെവലിലേക്ക് വേണമെങ്കിൽ ഒരു ട്രാപ്പും കൂടെ തരാം. പക്ഷേ നമുക്ക് അവിടെ സ്റ്റോക്സിനെ കൂടെ നോക്കേണ്ടതായിട്ടുണ്ട്. സ്റ്റോക്സിനൊക്കെ കയറി നോക്കിയിട്ട് നമ്മൾ ഇവിടെയൊക്കെ പ്രോപ്പർലി കൺഫർമേഷൻ എടുത്ത് ഡൗൺ സൈഡിലേക്കുള്ള ട്രേഡ് നോക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനത് ഓൺ ടൈമിൽ നിങ്ങൾക്ക് എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. സോ ഇതാണ് ബാങ്ക് നിഫ്റ്റി ഡേയ്സ് എന്ന് പറയുന്നത്. നിഫ്റ്റിയുടെ കേസ് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്. ബാങ്ക് നിഫ്റ്റി വീക്ക്ലി ഹൈയിൽ നിൽക്കാം. നിഫ്റ്റി പക്ഷേ വീക്ക്ലി ഹൈയിലല്ല, ഇക്വിലിബ്രിയം സോണിലാണ് നിഫ്റ്റി നിൽക്കുന്നത്. കാരണം ഡെയിലി ടൈം ഫ്രെയിമിലേക്കൊന്ന് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബ്രേക്ക് തന്നു, സെയിം സിറ്റുവേഷൻ ആണ്, ഇവിടെ ഒരു ബ്രേക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, സോ മേജർ ലെവൽസ് ഞാൻ ഓൾറെഡി ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സി ലെവലിലേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് 1 മിനിറ്റിലേക്ക് 50 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യാം. 50 മിനിറ്റിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പ്രോപ്പർലി മാർക്കറ്റ് ഈ ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള മൊമെൻറ്റം. സോ ഇവിടെ കംപ്ലീറ്റ്ലി ഇന്റേണൽ സ്ട്രക്ചർ ആണുള്ളത്. സോ നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സപ്ലൈ അപ്പം ഇവിടെ ഇങ്ങനെ വലിയൊരു റേഞ്ച് വരുന്ന സമയത്ത് ഇതിനുള്ളിലുള്ള ഈ ഒരു മൊമെൻറ്റത്തിനെയാണ് നമ്മൾ എന്താ പറയുക, ഇന്റേണലി ഉള്ള മൊമെൻറ്റ് അല്ലെങ്കിൽ ഇന്റേണൽ സ്ട്രക്ചേഴ്സ് മാർക്കറ്റിൽ ക്രിയേറ്റ് ആവുന്നത്. സോ ഇവിടെ കംപ്ലീറ്റ്ലി മേജർ ആയിട്ടുള്ള സ്ട്രക്ചറിൽ ബെയറിഷ് ആയിട്ടുള്ള സിനാരിയോ ആണ് കാരണം അവിടെ. അപ്പോൾ അത് ഞാൻ അഗെയിൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയാണ് പ്രോപ്പർലി റിജക്ഷൻ ഉള്ളത്. അപ്പോൾ നമുക്ക് അപ്പ് സൈഡിലേക്ക് നിഫ്റ്റി പ്ലാൻ ചെയ്യാനാണെങ്കിൽ ഈ ഹൈ നിങ്ങൾ മേജർ ആയിട്ടുള്ള ഹൈ കൊടുക്കുക. സോ ഇതിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ടാർഗറ്റ് ചെയ്യാം, ഞാൻ പറയുന്നത് ഡയറക്ഷനാണ്. പ്രോപ്പർലി ആ ഡയറക്ഷനിലേക്കുള്ള ട്രേഡ് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുക, ധൈര്യമായിട്ട് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാം. സോ അതിന് സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും, കൂടെ നിങ്ങളും ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് വരാം. ഓക്കെ, ബ്രേക്ക്ഔട്ട് ട്രേഡ്സിലൊന്നും അല്ല നമ്മൾ എൻട്രി ചെയ്യുക. നമ്മൾ പ്രോപ്പർ സ്ട്രക്ചർ ബേസ് ചെയ്ത് റീടെസ്റ്റ് ബ്രേക്ക്ഔട്ടിന് മുമ്പ് തന്നെ ആയിരിക്കും നമ്മൾ എൻട്രീസ് ചെയ്യുക. നമ്മളുടെ എൻട്രി ടാർഗറ്റ് ആണ് ഇതിൻ്റെ ബ്രേക്ക്ഔട്ട് ലെവൽ, അതൊക്കെ അത് മറക്കണ്ട. ഓക്കെ, സോ ഈ 3 ലെവൽസ് ഫസ്റ്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. എഗെയിൻ കണ്ടിന്യൂഷൻ ആണെങ്കിൽ ഞാനത് ഓൺ ടൈം പറയാം, ഇത് അത്യാവശ്യം നല്ലൊരു പെർസെൻറ്റേജ് ഉണ്ട്. ഫസ്റ്റ് ഈ 3 ലെവൽ ടാർഗറ്റ് ചെയ്ത് നെക്സ്റ്റ് വീക്ക് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഈ ലെവലിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 24,928 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു 3 ടാർഗറ്റ് ലെവൽ ഫോക്കസ് ചെയ്തിട്ട് നോക്കാം. അറൗണ്ട് എത്ര പോയിന്റ്സ് ഉണ്ട്, 2.7%, 600 പോയിന്റ്സ് അടുത്തുണ്ട് അല്ലേ. ഓക്കെ ഫൈൻ, നമുക്ക് നോക്കാം ഓൺ ഗോയിങ്, നമുക്ക് നോക്കാം എങ്ങനെയാണ് എന്താണെന്നുള്ളത്. സോ ഇതാണ് നിഫ്റ്റിയുടെ മേജർ ലെവൽസ്.
ബാക്കി ടൈമിൽ ബാക്കി ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്കൊന്നും പറയാനില്ല. കാരണം ഇത് കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. മാർക്കറ്റിൽ ഇവിടെ ഇംബാലൻസസ് ഉണ്ട്. മാർക്കറ്റ് വേണമെങ്കിൽ ഒന്നും കൂടെ ഡൗൺ വന്നാൽ പോവാം. സോ പല സിറ്റുവേഷൻസ് ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് എനിക്ക് പ്രോപ്പർലി തിങ്കളാഴ്ചത്തേക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ പറയുന്നില്ല. ഈ ലെവലിനെ ബ്രേക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു ലോ ടൈം ഫ്രെയിം 1-2 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യുക, അല്ലെങ്കിൽ 1 മിനിറ്റിലേക്കോ 3 മിനിറ്റിലേക്കോ സ്വിച്ച് ചെയ്തിട്ട് ഒരു കണ്ടിന്യൂവേഷൻ പ്രോസസ്സ് നിങ്ങൾക്ക് നോക്കാം. ഹൈ 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 ലോ, ഹൈ 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 ലോ, ഈ ഒരു കണ്ടിന്യൂവേഷൻ നിങ്ങൾക്ക് അവിടെ എക്സിക്യൂട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. ബാക്കിയുള്ളതൊക്കെ ഞാൻ ഓൺ ഗോയിങ് ഇപ്പോൾ ഇവിടെ ഇതേപോലെ ഞാൻ പ്രോപ്പർലി നിങ്ങൾക്ക് എന്ത് ചെയ്ത് തരാം, അപ്ഡേറ്റ് ചെയ്ത് തരാം. അവിടെ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുക. നിങ്ങൾ പ്രോപ്പർലി ഒരു എൻട്രി മോഡൽ എക്സിക്യൂട്ട് ചെയ്യുക. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ, കൂടുതൽ കാര്യങ്ങൾ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ വെബിനാർ ജോയിൻ ചെയ്യുക. കാരണം നമ്മൾ അതിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്യാപിറ്റൽ എങ്ങനെ മാനേജ് ചെയ്യണം, ഇമോഷൻ, റിസ്ക് മാനേജ്മെൻറ്റ് എന്താണ്, അതുപോലെ തന്നെ എൻട്രി, ഒരു ട്രേഡ് സെറ്റപ്പ്. ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ച ട്രേഡ് സെറ്റപ്പ് എങ്ങനെ എടുക്കാം, അതിലേക്ക് റിസ്കിനെ എങ്ങനെ നിങ്ങൾക്ക് പ്രോപ്പർലി യൂസ് ചെയ്യാം, റിസ്ക് എൻട്രീസിനെ നിങ്ങൾ എങ്ങനെയാണ് മാർക്കറ്റിന് കാണേണ്ടത്, അതിനെ എടുക്കണോ, അതിന് എൻട്രിയിലേക്ക് നിങ്ങൾ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ, ലോ ടൈം ഫ്രെയിം ടു ഹൈ ടൈം ഫ്രെയിം അനാലിസിസ് എന്താ, കംപ്ലീറ്റ്ലി SMC സ്ട്രക്ചർ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഡിമാൻഡ് സപ്ലൈ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വെബിനാറിൽ കവർ ചെയ്യുന്നുണ്ട്. സോ പുതിയ മെമ്പേഴ്സ് എല്ലാവരും അതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി മറക്കണ്ട. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് കാര്യങ്ങൾ. എല്ലാവർക്കും നമ്മളുടെ വീക്കിലി അനാലിസിസ് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ കമൻറ്റിലൊന്ന് പറയാൻ മറക്കരുത്. കാരണം നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലായി നിങ്ങൾക്കൊരു ഗുണമുണ്ടെങ്കിൽ നിങ്ങളത് നമ്മളെ അറിയിക്കാനായിട്ട് എല്ലാവരും കമൻറ്റിലൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. സോ നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം. അപ്പം അത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ അഭിജിത്ത്, സൈൻ ഓഫ്.